Welcome to Mechanics for Degree Students. കുറച്ച് problems. A body of the rotational dynamics നിന്നാണ്. A body of radius capital R and mass m is rolling horizontally without slipping with speed v. It then rolls up an inclined plane to a maximum height h. If h equals 3v square by 4g, question A, h equals 3v square by 4g. A, what is the body's moment of inertia? B, what might the body be? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കൂടെ വി വെലോസിറ്റിയിൽ റോള് ചെയ്ത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ എച്ച് ഹൈറ്റ് വരെ ഇത് കയറുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്താൽ മതി. ടോട്ടൽ കൈനറ്റിക് എനർജി at the bottom of the incline must be equal to final potential energy at the top of the incline. ഇവിടെ റോൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി രണ്ട് കൈനറ്റിക് എനർജി ഉണ്ട്. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് ഐ എം വി സ്ക്വയർ പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. That must be equal to mgh, potential energy at this point, or half mv square plus half I into omega is v by radius, v by r, v equals r omega, so omega is v by r, omega square is v square by r square equals mg into h തന്നിട്ടുണ്ട് 3v square by 4g തന്നിട്ടുണ്ട്. ക്യാൻസലേഷനൊക്കെ നടത്തി കഴിഞ്ഞാൽ എം പ്ലസ് ഐ ബൈ ആർ സ്ക്വയർ ഈക്വൽസ് 3m by 2, ഫ്രം വിച്ച് I by r square equals 3m by 2 minus m, that is m by 2, or I equals half mr square. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടി. തീർച്ചയായിട്ടും ഹാഫ് എം ആർ സ്ക്വയർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇറ്റ് ക്യാൻ ബി എ സർക്കുലർ ഡിസ്ക് ഓർ എ സോളിഡ് സിലിണ്ടർ. അപ്പോൾ ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ ബോഡി ഈസ് സർക്കുലർ ഡിസ്ക് ഓർ എ സോളിഡ് സിലിണ്ടർ. Another one. Given that the position of a particle is given as vector r equals xi plus yj plus zk, and the force acting on it as vector f equals fxi subscript f subscript x, fxi plus fyj plus fzk, show that if vector r and vector f lie in a given plane, then the torque tau has no component in that plane. ഇവിടെ പൊസിഷൻ വെക്ടർ ആർ ഈക്വൽസ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ തന്നിട്ടുണ്ട്. അപ്ലൈഡ് ഫോഴ്സ് എഫ് ഈക്വൽസ് എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ പ്ലസ് എഫ് ഇസഡ് കെ തന്നിട്ടുണ്ട്. എങ്കിൽ ടോർക്ക് ടോ ഈക്വൽസ് ആർ ക്രോസ് എഫ് എന്നാണ്. ആർ ക്രോസ് എഫ് ഈസ് ഡിറ്റർമിനൻ്റ് ഐ ജെ കെ, പിന്നെ എക്സിൻ്റെ ആറിൻ്റെ കമ്പോണൻസ് എക്സ് വൈ ഇസഡ്, അടുത്ത ലാസ്റ്റ് റോ എഫിൻ്റെ കമ്പോണൻസ് എഫ് എക്സ് എഫ് വൈ എഫ് ഇസഡ്. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടോ ഈക്വൽസ് ഐ ഇൻറ്റു വൈ ഇഫ് എഫ് ഇസഡ് മൈനസ് എഫ് ZFy minus j into xfz minus zfx plus k into xfy minus yfx. ഇപ്പോൾ ആറും എഫും ഒരു സിംഗിൾ പ്ലെയിനിലാന്ന് പറയുന്നുണ്ട്. സപ്പോസ് ആർ ആൻഡ് എഫ് ലൈ ഇൻ ദി എക്സ് വൈ പ്ലെയിൻ. എക്സ് വൈ പ്ലെയിനിലാണ് ആറും എഫുമെങ്കിൽ ഇസഡ് 0.
ആർ എന്ന് പറയുന്ന ആറിൻ്റെ കമ്പോണൻസ് എക്സ് വൈ ഇസഡാണ്. അപ്പോൾ എക്സ് വൈ പ്ലെയിനിലാണ് ആറെങ്കിൽ ഇസഡ് 0 ആയിരിക്കണം. കാരണം എക്സ് വൈ പ്ലെയിനിൽ നിന്നുള്ള പൊക്കമായി ഇസഡ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഇസഡ് 0യാണ്, എഫ് ഇസഡും 0 ആയിരിക്കും. ഇത് രണ്ടും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ടൈം 0 ആകും. ഇസഡ് 0 എന്ന് പറയുമ്പോൾ ഇത് 0, എഫ് ഇസഡ് 0 എന്ന് പറയുമ്പോൾ ഇത് 0. സെക്കൻഡ് ടൈമും 0 ആകും. എഫ് ഇസഡ് 0, ഇസഡ് 0. പിന്നെ പോയിട്ട് ടോ ഈക്വൽസ് കെ ഇൻറ്റു എക്സ് എഫ് വൈ മൈനസ് വൈ എഫ് ഇസഡ് എഫ് എക്സ്. ഇതിനകത്ത് ഈ ടോയിലെ കെ കമ്പോണൻ്റ് മാത്രമേ ഉള്ളൂ, ഇതിൽ ഐയും ജെയും ഇല്ല. അതിൻ്റെ അർത്ഥം ടോ ഹാസ് നോ കമ്പോണൻ്റ് ഇൻ ദി എക്സ് വൈ പ്ലെയിൻ. അപ്പോൾ ആറും എഫ് ഏത് പ്ലെയിനിലാണോ ആ പ്ലെയിനിൽ ആറും എഫ് ഇപ്പോൾ നമ്മൾ എക്സ് വൈ പ്ലെയിനിലാണെന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണ് ഇതിനകത്ത് ടോയുടെ എക്സ്പ്രഷനകത്ത് ഐയും ജെയും വരുന്നില്ല. ദാറ്റ് മീൻസ് ടോ ഹാസ് നോ കമ്പോണൻ്റ് ഇൻ ദി എക്സ് വൈ പ്ലെയിൻ. ദാറ്റ് ഈസ് ദി ആൻസർ. Another one. A meter stick is held vertically with one end on the floor and is then allowed to fall. Find the speed of the other end when it hits the floor, assuming that the end on the floor does not slip. എ ബി എന്ന് പറയുന്ന ഒരു മീറ്റർ സ്റ്റിക്ക് വെർട്ടിക്കലായിട്ട് നിർത്തിയിരിക്കുക. എ ഫ്ലോറിൽ ടച്ച് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഇത് പെടന്ന് വീഴുക. ഈ ബി ഫ്ലോറിലെത്തുമ്പോൾ ബിക്ക് എത്ര വെലോസിറ്റി ഉണ്ടാകുമെന്നാണ് ചോദ്യം. ഇതിൻ്റെ യൂണിഫോം മീറ്റർ സ്കെയിൽ എന്ന് പറയുമ്പോൾ അല്ലെ മീറ്റർ സ്റ്റിക്ക് എന്നൊക്കെ പറയുമ്പോൾ യൂണിഫോം റോഡാണ്. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് മിഡ് പോയിൻറ്റിലാണ്. അപ്പോൾ അതിൻ്റെ മാസ് മുഴുവൻ ഓയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എം ജി ഓയിൽ കൂടെ ആക്ട് ചെയ്യുന്നത്. മൊത്തം ലെങ്ത് എല്ലാണ്. ഇത് L/2 എം ജി ഇതുവഴി ആക്ട് ചെയ്യും. അപ്പോൾ ഇത് പെടന്ന് വീഴുമ്പോൾ ഇപ്പോൾ ഇതിന് മാസ് ഇനിഷ്യൽ സ്റ്റേജിൽ വെർട്ടിക്കലായിട്ട് നിൽക്കുമ്പോൾ ഈ മീറ്റർ സ്റ്റിക്കിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എം ജി ഇൻറ്റു എച്ച് ഈസ് L/2. ഇത് പെടന്ന് വീഴുമ്പോൾ ഇത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആയിട്ട് മാറുക. എൻ്റെ എ സ്ലിപ്പ് ചെയ്യുന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് താഴെ വരുന്ന സമയത്ത് ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണെങ്കിൽ ഇതിന് കിട്ടുന്ന കൈനറ്റിക് എനർജി ½ I ω². അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ലോസ്റ്റ് ഈക്വൽസ് കൈനറ്റിക് എനർജി ഗെയിൻഡ്. പൊട്ടൻഷ്യൽ എനർജി ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ എം ജി എച്ച് ഈസ് L/2 ഈക്വൽസ് ½ I ω². ω0² ഈ ഓയ്ക്ക് കിട്ടുന്ന ആംഗുലാർ വെലോസിറ്റിയാണ്. ഒ എന്ന് പറയുന്ന പോയിന്റ് ഈക്വൽസ് ½ ഇവിടെ ഐ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി മീറ്റർ സ്റ്റിക്ക് അബൌട്ട് ദി പോയിന്റ് എ ആണ് എടുക്കേണ്ടത്. ഒരു തിൻ റോഡിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് 1 പോയിന്റ്. ഇപ്പോൾ 1 എൻഡ് ഈസ് 1/3 ml² ഇൻറ്റു ω0². ഇവിടുന്ന് ജി കിട്ടും. ജി ഈക്വൽസ് L/ω02/3 ഓർ ω0 ഈക്വൽസ് √3g/L. ഈ ഒമേഗ ഈ മീറ്റർ സ്റ്റിക്കിലെ ഏത് പോയിൻ്റ് എടുത്താലും ആംഗുലാർ വെലോസിറ്റി സെയിമാണ്, പക്ഷേ ലീനിയർ വെലോസിറ്റി മാറും. അപ്പോൾ വെലോസിറ്റി ഓഫ് ദി ടോപ്പ് എൻഡ് ബി വെൻ ഇറ്റ് റീച്ചസ് ദി ഫ്ലോർ അത് കാണാനായിട്ട് വി ഈക്വൽസ് R ω. ഇവിടെ ഇപ്പോൾ ബി എടുക്കുമ്പോൾ R ഈസ് L. സോ VB ഈക്വൽസ് L/ω0 ഈക്വൽസ് L ഇൻറ്റു ω0 ഈസ് √3g/L, or that is VB equals √3gL. That is the answer. A small sphere of mass m, small m, rolls without slipping on the inside of a large hemispherical vessel whose axis of symmetry is vertical. It starts at the top from rest. Question A.
what is the kinetic energy at the bottom of the vessel? What fraction is rotational energy? B. What normal force does the rolling sphere exert on the hemisphere at the bottom? Take radius of the rolling sphere to be smaller and that of the vessel to be capital R. ഇതാണ് ഹെമിസ്ഫെറിക്കൽ വെസൽ. അതിൻ്റെ സെൻറ്റർ O, റേഡിയസ് ക്യാപിറ്റൽ R. ഇവിടുന്ന് റോൾ ചെയ്യാനായിട്ട് ഒരു സോളിഡ് സ്ഫിയർ വിട്ടിരിക്കുക. ഇത് ബോട്ടത്തിലെത്തുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി എത്ര, റൊട്ടേഷൻ കൈനറ്റിക് എനർജി അതിൻ്റെ എത്ര പാർട്ടാണ്, പിന്നെ ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ എത്ര, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതിന് റോൾ ചെയ്യുക വിത്തൗട്ട് സ്ലിപ്പിംഗ്. അപ്പോൾ ഇതിന് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്. ട്രാൻസ്ലേഷണൽ kainetic energy is half mv², where v is the velocity, linear velocity when it reaches the bottom of the vessel. Rotational kinetic energy is half I omega square equals half into I is a solid sphere ആയതുകൊണ്ട് 2/5 mr square. സ്ഫിയറിൻ്റെ റേഡിയസ് സ്മോൾ ആറാന്ന് തന്നിട്ടുണ്ട്. ഇൻറ്റു ഒമേഗ ഈസ് വി ബൈ ആർ. അപ്പോൾ വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ, അപ്പോൾ ദാറ്റ് ഈസ് 1/5 mv². എങ്കിൽ ടോട്ടൽ കൈനറ്റിക് എനർജി അറ്റ് ദി ബോട്ടം ഈക്വൽസ് half mv² plus half 1/5 mv² or 7/10 mv². എങ്കിൽ ഫ്രാക്ഷൻ ഓഫ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ബൈ ടോട്ടൽ കൈനറ്റിക് എനർജി or 1/5 mv² by 7/10 mv². Total 7/10 mv². That is 2/7. ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ ഫ്രാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി ഹാഫ് mv² ബൈ ടോട്ടൽ കൈനറ്റിക് എനർജി 7/10 mv² എന്ന് കാണും. ഇനി ബോട്ടത്തിലെത്തുമ്പോൾ ഇത് ഈ സ്ഫിയറിൻ്റെ സെൻറ്റർ ഒരു സർക്കുലാർ മോഷൻ്റെ ഭാഗമാണ് നടത്തുന്നത്. ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ റേഡിയസ് ഉള്ള ഒരു ആർക്കിൽ കൂടാണ് ഈ സ്ഫിയറിൻ്റെ സെൻറ്റർ ചലിക്കുന്നത്. അപ്പോൾ ഇതിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവണം. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈ സർക്കുലാർ പാത്തിൻ്റെ സെൻറ്ററിലോട്ട് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് വരണം. അപ്പോൾ മുകളിലോട്ട് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. നോർമൽ റിയാക്ഷൻ ഈ സർഫസിൽ നിന്നുമുള്ള നോർമൽ റിയാക്ഷൻ എന്നിരിക്കട്ടെ, അത് അപ്വേർഡാണ് നോർമൽ റിയാക്ഷൻ. ലെറ്റ് ഇറ്റ് ബി എൻ. ഇതിൻ്റെ വെയിറ്റ് mg താഴോട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുകളിലോട്ടുള്ള ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്ലസ് എൻ, ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു mg, ഓർ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽസ് n മൈനസ് mg. അതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സായിട്ട് മാറേണ്ടത്. അപ്പോൾ അറ്റ് ദി ബോട്ടം സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽസ് n മൈനസ് mg. മുകളിലോട്ടുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓയിലേക്കുള്ള ഫോഴ്സ് മൈനസ് താഴോട്ടുള്ള ഫോഴ്സ്, ഫ്രം വിച്ച് n ഈക്വൽസ് നോർമൽ റിയാക്ഷൻ n ഈക്വൽസ് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്ലസ് mg എന്ന് വരും. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mv² ബൈ ആറാണ്. mv² ബൈ ആർ എന്ന് പറഞ്ഞാൽ ഈ സോളിഡ് സ്ഫിയറിൻ്റെ സെൻറ്റർ ചലിക്കുന്ന കർവിൻ്റെ റേഡിയസാണ്. അത് ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ എന്ന് വരും. അപ്പോൾ mv² ബൈ ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ പ്ലസ് mg, ഇക്വേഷൻ 1. ഇനി mv² കാണും. ഇവിടെ സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുന്നത്, റോൾ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് ഇതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് mg h എന്ന് പറഞ്ഞാൽ ആർ മൈനസ് ആറാണ്. അപ്പോൾ mgh ഈക്വൽസ് താഴെ വരുമ്പോൾ ഉള്ള ടോട്ടൽ കൈനറ്റിക് എനർജി. ടോട്ടൽ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽസ് ടോട്ടൽ ഫൈനൽ കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി mg ഇൻറ്റു ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ. അപ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജി അറ്റ് ദി ബോട്ടം ഈക്വൽസ് പൊട്ടൻഷ്യൽ എനർജി ലോസ്റ്റ്. ടോട്ടൽ കൈനറ്റിക് എനർജി നമുക്ക് നേരത്തെ കിട്ടി 7/10 mv² ഈക്വൽസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് mg ഇൻറ്റു ആർ മൈനസ് ആർ.
Therefore, അവിടെ നിന്ന് എം വി സ്ക്വയർ ബൈ ആർ മൈനസ് ആർ ഈക്വൽസ് 10/7 mg എന്ന് വരും. ഇത് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n കിട്ടും. n ഈക്വൽസ് ഫസ്റ്റ് ടേം എം വി സ്ക്വയർ ബൈ ആർ മൈനസ് ആർ എന്നാണ് എഴുതുക. അതിൻ്റെ സ്ഥാനത്ത് ഇപ്പം നമുക്ക് 10/7 mg എന്ന് എഴുതാം. 10/7 mg പ്ലസ് mg ഓർ 17/7 mg. ഇതാണ് normal reaction when the sphere reaches the bottom of the vessel. Thank you.